മലപ്പുറം മാധവനാട് നിയന്ത്രണം വിട്ട മിനി ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞു. ലോറി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു. വണ്ടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവറെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. യൂനിസ് അഹമ്മദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. യൂനിസ്, ലോറി പൂർണ്ണമായും വെള്ളത്തിനടിയിലായോ? ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ജീന, ഇന്ന് ഉച്ചയോടെ കൂടിയാണ് മലപ്പുറം ആദവനാട് ഊരോത്തുപള്ളിയാലിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ മിനി ലോറി കോറിയിലെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ലോറി വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങി താന്നിരിക്കുന്നു. ഇപ്പോൾ ലോറി ഡ്രൈവറെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒപ്പമുണ്ടായിരുന്ന ഒരു സഹായിയാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സെയിൽസ് വാഹനമാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണമായി ഈ നിയന്ത്രണം വിട്ട ലോറി ഈ താഴ്ചയിലേക്ക് 30 അടി താഴ്ചയിലേക്ക് മറിയുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഈ തിരൂർ ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിസ്സാര പരിക്കുകളോട് അദ്ദേഹം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഒപ്പമുള്ള ഒരാളാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായി ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് സംഘം അവിടെ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രെയിൻ എത്തി ഈ വാഹനം പൊന്തിക്കാനുള്ള ഒരു സമയം വേണമെന്നാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് പറയുന്നത്. എന്നാലേ മറ്റുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ ആ കുടുങ്ങിക്കിടക്കുന്ന ആളെ കുറിച്ച് വ്യക്തമല്ല എന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ, നാട്ടുകാരുൾപ്പെടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട്. മറ്റു കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതേ ഉള്ളൂ. ജീന, അതായത് ലോറി ഡ്രൈവറെ പുറത്തെടുത്തു, സാരമായ പരിക്കുകൾ മാത്രമാണുള്ളത്, മറ്റൊരാളാണ് ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഡ്രൈവർ അടക്കം 2 പേരാണോ ലോറിയിൽ ഉണ്ടായിരുന്നത്, അതോ കൂടുതൽ പേരുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ലോറി ഡ്രൈവർ ജാഫർ, ലോറി ഡ്രൈവറായ മിനി ലോറി ഡ്രൈവറായ ജാഫറിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ടായിരുന്ന മുസ്തഫ ഇപ്പോൾ ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രെയിൻ എത്താൻ ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ഈ ക്രെയിൻ എത്തിയാൽ ഉടനെ ഈ വാഹനം പൊന്തിക്കാൻ കഴിയൂ എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതേ ഉള്ളൂ. ലോറി ഡ്രൈവറായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു? അതായത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ രക്ഷപ്പെടുത്തിയ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജാഫറിനെ, ലോറി ഡ്രൈവറായ ജാഫറിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സമീപവാസിയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു 30 അടി താഴ്ചയിലേക്കാണ് ഈ കോറിയിലേക്ക് മറിഞ്ഞത്, വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞത്. നമുക്കറിയാം ഈ പലചരക്ക് സാധനങ്ങളൊക്കെ വിതരണത്തിനെത്തുന്ന വാഹനമാണ്, ആ ഒരു മിനി ലോറിയാണ് ഈ 30 അടി താഴ്ചയിലേക്ക് കോറിയിലെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോറി ഡ്രൈവറെ ഇപ്പോൾ രക്ഷപ്പെടുത്തി. ഒപ്പമുണ്ടായിരുന്ന സഹായിയായ മുസ്തഫയ്ക്കുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. ക്രെയിനിനെ കാത്തു നിൽക്കുകയാണ്. വാഹനം പൊന്തിച്ചതിന് ശേഷമേ മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്നാണ് തിരൂർ ഫയർഫോഴ്സ് പറയുന്നത്. ഫയർഫോഴ്സ് മറ്റു കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾ അവിടെ എത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇനി വ്യക്തമാക്കേണ്ടതുള്ളത്. ഇതൊരു അപകട മേഖലയാണോ ഈ പ്രദേശം എന്ന് പറയുന്നത്? നാട്ടുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ഒരു താഴ്ചയുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ആ റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു താഴ്ചയുള്ള ഒരു ഭാഗമാണ്. ഒരു കോറി പ്രവർത്തിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ആ താഴ്ചയിലേക്ക് ഈ ലോറി നിയന്ത്രണം വിട്ട് ആ താഴ്ചയിലേക്ക് മറിയുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലതവണ പല വാഹനങ്ങളും അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നും നാട്ടുകാർ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മറ്റുള്ള വ്യക്തിക്കായുള്ള മുസ്തഫക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. ശരി യൂനസ്, മലപ്പുറം ആദവനാണ് അപകടം. നിയന്ത്രണം വിട്ട മിനി ലോറി ക്വാറിയിലേക്ക് മറിയുകയായിരുന്നു. 30 അടി താഴ്ചയുള്ള ക്വാറിയിലേക്കാണ് മറിഞ്ഞത്. ലോറി പൂർണ്ണമായി ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നിട്ടുണ്ട്. ഡ്രൈവറെ രക്ഷപ്പെടുത്തി, സാരമായ പരിക്കുകളോടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വണ്ടിയിൽ ഒരാൾ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് അങ്ങോട്ട് എത്തും. അതിനുശേഷം ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പൊന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇയാളെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്നാണ് നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത്. യൂനിസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.